ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോക ചിന്തയിൽ മാത്രം നമ്മൾ മുഴുകിക്കഴിയുകയാണെങ്കിൽ ആത്മചിന്തനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, സൂക്ഷ്മരൂപത്തിലുള്ള അതിനെ പാടെ വിസ്മൃതമാകും. അത് അസത്യമായി തോന്നും. ഇതാണ് സത്യം എന്നും തോന്നും. സത്യമല്ലാത്തത് സത്യമായും സത്യമായതിനെ അസത്യമായും തോന്നിക്കുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അതിനാൽ വേദവിജ്ഞാനം, വേദത്തെ സംബന്ധിച്ച അനുഭവജ്ഞാനം. വേദം എന്നാൽ അറിവ്, അറിവ് എന്നാൽ ആ ബ്രഹ്മം, ഈശ്വരൻ. ഈശ്വരനെ സംബന്ധിച്ച അറിവ് ഉപേക്ഷിച്ചാൽ പിന്നെ ലോകത്തെ സംബന്ധിച്ച അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, വേദവിജ്ഞാനം വെടിഞ്ഞാൽ നിങ്ങൾ ലോകവിജ്ഞാനത്തിൽ മാത്രം നിമഗ്നനായി തീർന്നാൽ ഈ ജീവിതം എന്നും മുത്തെഴാതുള്ളൊരു ചിപ്പി മാത്രം. നമ്മളെ ദയനീയമായ അവസ്ഥ വരച്ചു കാണിക്കുകയാണ്. ആത്മജ്ഞാനത്തെ ഉപേക്ഷിച്ചാൽ പിന്നെ ഈ ലോകജ്ഞാനം മാത്രമേ ഉള്ളൂ. ലോകജ്ഞാനത്തിൽ മാത്രം നിമഗ്നരായി ജീവിച്ചാൽ നാം എപ്രകാരമാണ് മുത്തില്ലാത്ത ചിപ്പി പോലെ. മുത്തുച്ചിപ്പി എന്നാണ് ആ ജീവിക്ക് തന്നെ പേര്. ഇത് കടലിലുള്ള ഒരു ജീവിയാണ് മുത്തുച്ചിപ്പി. ചിപ്പിക്ക് ഒരു വിലയുമില്ല, പഴത്തോട് പോലെയാണ്. ആ ചിപ്പിക്കകത്താണ് വിലയേറിയ അമൂല്യമായ മുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ ചിപ്പിയിൽ മുത്തുണ്ടാകുന്നത്? കടലിൻ്റെ ഉപരിഭാഗത്ത് തൻ്റെ വായും പിളർന്ന് ആ ചിപ്പി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ തൻ്റെ ആ മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് വിടർന്നിരിക്കുന്ന വായിലേക്ക് ആദ്യം വീഴുന്ന ഒരു തുള്ളി വെള്ളം, ആ വെള്ളത്തുള്ളി അതിനുള്ളിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അടപ്പ് വായ് അടയുകയും അത് കടലിൻ്റെ അടിത്തട്ടിൽ പോവുകയും ചെയ്യുന്നു. ആ വെള്ളത്തുള്ളിയും ആ മണ്ണിൻ്റെ അടിയിൽ ഇരിക്കുന്ന മണൽത്തരികളും തമ്മിൽ കൂട്ടി ഉരസി അത് കാലം കൊണ്ട് ഒരു മുത്തായി മാറുന്നു ആ ചിപ്പിയുടെ അകത്ത്. വെള്ളത്തിൻ്റെ ഒരു തുള്ളി കിട്ടിയ ചിപ്പിക്ക് മാത്രമേ മുത്തുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പലരും വായും പിളർന്ന് നിന്നാലും ഒരു തുള്ളി വെള്ളം പോലും തൻ്റെ വായിൽ അകപ്പെടാത്തതിനാൽ കുറേ സമയം കഴിഞ്ഞ് അത് അതിൻ്റെ അടപ്പടച്ച് താഴോട്ട് പോയി വെറും മുത്തില്ലാത്ത. അതുപോലെ നമ്മൾ മുത്ത് നിറഞ്ഞ ചിപ്പിയാണെങ്കിൽ ആത്മജ്ഞാനമാകുന്ന ജലം നമ്മുടെ മനസ്സിലേക്കൊഴുകി ആത്മതലത്തിലേക്ക് ഉയരുമ്പോൾ നാം ഓരോരുത്തരും അമൂല്യമായ മുത്തായി മാറുന്നു. എന്നാൽ നാം അത് ശ്രവിക്കാതെയും വേണ്ടതുപോലെ ജീവിക്കാതെയും അത് ഉൾക്കൊള്ളാതെയുമാണെങ്കിൽ വെറും മുത്തില്ലാത്ത ചിപ്പി പോലെയായി വിലയില്ലാത്ത ഒരു വസ്തുവായി മാറുന്നു നമ്മുടെ ഈ ശരീരം. ആ ചിപ്പിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വേണം ആ പരമസത്യം നാം അറിയാൻ. അതിനുള്ള അവസരമാണ് ഈ ജീവിതം.
ഈ അവസരത്തെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ആ പരമസത്യം നമുക്ക് ബോധിക്കാൻ കഴിയും. അത് നാം വേണ്ടതുപോലെ സമയത്തെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലോ മുത്തില്ലാത്ത ചിപ്പി പോലെ നാം വിലകെട്ട വസ്തുവായി മാറുന്നു. ശരീരം ശവമായി തീർന്നാൽ അതിന് ഒരു പൈസയ്ക്ക് പോലും വിലയില്ല. എന്നാൽ ഈ ശരീരത്തിന് ഇതിൽ ആ ആത്മസ്വരൂപം ഉണ്ടെങ്കിൽ ഇതിനെത്രയോ കോടികൾ, 206 കോടി രൂപ വിലയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. നാം എല്ലാം ഇപ്പോൾ കോടീശ്വരന്മാരാണ്. ഈ ദേഹം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരാണ്. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ ശരീരം. ആ ശരീരത്തെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി വിഷയങ്ങളെ, ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ച് ദേഹം ഒന്നിനും പറ്റാതാക്കി തീർക്കുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് നമ്മെ ഈ വിഷയങ്ങളാകുന്ന ജാലങ്ങളിൽ ഉൾപ്പെട്ട് നാം ജീവിതം നരകമയമായി തീർക്കുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയുടെ കടിഞ്ഞാണിൽ നിർത്തി ബോധപൂർവം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നാം മുത്തുച്ചിപ്പി പോലെയായി മാറും. എന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ നമ്മുടെ ഈ ചിപ്പിയിൽ മുത്ത് കണ്ടെത്തിയേ പറ്റൂ. അതിനാൽ വേദവിജ്ഞാനം വെടിഞ്ഞു നിങ്ങൾ ലോകവിജ്ഞാനത്തിൽ മാത്രം നിമഗ്നനായി തീർന്നാൽ ജീവിതമെന്നും മുത്തഴാതുള്ളൊരു ചിപ്പി മാത്രം.